morning, ma'am. Good morning, ma'am. And all. Good morning, all. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, morning to all. So let's start the class. Okay, prayer and end of the day. Or signing. Let's start. Who's going to sing? ഇന്ന് പ്രയർ ആരാണ്? Prayer ആരാ ചൊല്ലു? ഞാൻ ടൈം പോകുന്നു ചൊല്ലി മതിയോ? ഗുഡ് മോർണിംഗ് മാം. Okay, starting you. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am. Thank you. Okay, end of the day. Okay, good morning, ma'am. I'm Aisha. Okay, welcome to the okay, good morning, ma'am. I'm Aisha. First, welcome all to the class and welcome, ma'am. The quote of the day: "What we learn with pleasure, we never forget." Alfred Mercier. Thank you. Okay, any sign ഉണ്ടോ? ഉണ്ടോ? പറയണോ മാം? ഞാൻ പറയട്ടോ? Okay, പറയൂ. ഞാൻ പറയട്ടോ? Good morning, respected ma'am and all the classmates. I am Jolie from Chennai. Today we are going to present one quote, says Albert Einstein. Learn from yesterday, live for today, hope for tomorrow. The important thing is not to stop questioning. Thank you, ma'am. Okay. ഇതെല്ലാം നിങ്ങളുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഇത് പ്രയർ സോർട്ട് ഓഫ് ഡേ ഇതൊക്കെ ആരാണെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, Ma'am, നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്. ഞാനിത് സ്ഥിരം അറേഞ്ച് ചെയ്യാറുണ്ട്. ഇതിപ്പോ സ്ഥിരമാണ് ഇവിടെ. ഞാൻ അതുകൊണ്ട് ഇപ്പൊ ആർക്കും ചാൻസ് കിട്ടാത്തവർക്ക് എന്നാ വേണ്ട കിട്ടണ്ട. സമയം പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പാടുന്നത്. ഇത് ഒരുപാട് വട്ടം ഗ്രൂപ്പ് സമയം പോണ്ടെന്ന് വെച്ചാൽ ഞാനും പറയട്ടോ എന്ന് ചോദിക്കുന്നത്. ആരും പറയാതിരിക്കുമ്പോ അതൊരു പ്രോഗ്രാം അവോയ്ഡ് ചെയ്യണ്ട, സമയം കളയണ്ടെന്ന് വെച്ചാൽ ഞാനും പറയുന്നത്. ആരെങ്കിലും ഞാനും അവസരം മാറ്റിക്കോളാം. ഓക്കെ, നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് അത് ചെയ്യാം. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മളൊരു ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി, നൗൺ ആൻഡ് പ്രോനൗൺ കംപ്ലീറ്റ് ആയി അല്ലെ? നമ്മൾ റിവൈൻഡ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ? സ്റ്റഡി ചെയ്യാം, ഒരു ടോപ്പിക് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ? അത് നമുക്ക് പ്രസന്റ് ചെയ്യാം. ആക്ടിവിറ്റിയോ, ഏതാണ് ആക്ടിവിറ്റി ഉണ്ടെന്ന് പറയുന്നു? എന്തായിരുന്നു മിസ്? ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഹലോ മിസ്, ഈ എംപാത്തറ്റിക് പ്രോനൗണും റിഫ്ലക്സീവ് പ്രോനൗണും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓക്കെ, അത് എംപാറ്റിക് പ്രോനൗൺ എന്ന് പറയുമ്പോ നൗണിനോ പ്രോനൗണിന് ശേഷമോ ആണ് ആ കീവേഡ് വരുന്നെങ്കിൽ അത് എംപാറ്റിക് പ്രോനൗൺ ആണ്. ഓക്കെ, ഇനി അങ്ങനെയല്ലാതെ വരുന്ന അങ്ങനെയല്ലാതെ കീവേഡ് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേർഡിന് ശേഷമോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കീവേഡ് വരാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്സീവ് പ്രോനൗൺ ആണ്. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി എന്താണ് ഡൗട്ട്? എന്താണ് ഡൗട്ട്? ക്ലിയർ ചെയ്യാമെന്നാല്
ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടോ? ഇല്ല മാം, ടെക്സ്റ്റ് വാങ്ങാത്തവരുണ്ടോ? യെസ് മാം, PDF ആണ്. ടെക്സ്റ്റ് മസ്റ്റായിട്ട് വാങ്ങണം കേട്ടോ. PDF എപ്പോഴും കിട്ടണമെന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് PDF ഉള്ളത്. അപ്പൊ ടെക്സ്റ്റും വാങ്ങേണ്ടത് അത്യാവശ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് എല്ലാവരും മസ്റ്റായിട്ടും വാങ്ങണം. ഓക്കെ, ചിലപ്പോ ചില സമയങ്ങളിൽ എപ്പോഴും PDF കിട്ടാൻ തരില്ല. നോട്ട് എഴുതിപ്പിക്കാറാണ് കുറെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ചില ചാപ്റ്ററിലൊന്നും നമുക്ക് PDF ആയിട്ട് കിട്ടില്ല. ഞാൻ നോട്ട് എഴുതാൻ പറയും, അപ്പൊ അങ്ങനെ എഴുതിയിട്ടാണ് ചെയ്യാറ്. അതുകൊണ്ട് ടെക്സ്റ്റ് ആവശ്യമാണ്. കാരണം ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ എന്റെ PDF തരാറില്ല. ടെക്സ്റ്റ് ഇല്ലാത്തതാണ് ഞാൻ എന്റെ PDF തരുന്നത്. അപ്പൊ PDF ടെക്സ്റ്റും ഉണ്ടെങ്കിൽ നല്ലതാണ്, അത്യാവശ്യം നല്ല നോളജ് ഉണ്ടാകും. അപ്പൊ ടെക്സ്റ്റ് വാങ്ങേണ്ടത് അത്യാവശ്യമാണ് എല്ലാവരും, ആരും വാങ്ങാതിരിക്കരുത്. ഓക്കെ, അത് ടെക്സ്റ്റ് വാങ്ങിയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് ലോസ്റ്റ് ഒന്നല്ല. കാരണം പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ടെക്സ്റ്റ് ഉള്ളത്. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ടീച്ചേഴ്സ് ആണ് നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ഉള്ള കാര്യങ്ങൾ യൂസ്ഫുൾ ആണല്ലോ. മനസ്സിലായോ? അപ്പൊ ടെക്സ്റ്റ് എല്ലാവരും വാങ്ങേണ്ടി, വാങ്ങാത്തവരുണ്ടെങ്കിലും ടെക്സ്റ്റ് വാങ്ങാം, മസ്റ്റായിട്ട് വാങ്ങാം. ഓക്കെ ആണോ? അത് നല്ല ഞാൻ ക്ലാസ്സിൽ ഇതാ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറ് ഗ്രാമർ എടുക്കുമ്പോൾ. അതെ, എന്റെ PDF തരുന്നത് നിങ്ങൾക്ക് അത് നമ്മുടെ കാറ്റഗറി അനുസരിച്ചിട്ടാണ്. നമ്മളിപ്പോ ടെക്സ്റ്റ് ഉള്ളത് ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് നല്ലതാണ്, കുഞ്ഞു കുട്ടികൾക്ക് നല്ലതാണ്. നമ്മൾ അങ്ങനെയുണ്ടല്ലോ. അല്ല മാം, MPയുടെ ഇത് തന്നിട്ടുണ്ടായിരുന്നു, PDF. ഈ ടെക്സ്റ്റിന്റെ PDF നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പക്ഷെ ടെക്സ്റ്റ് വാങ്ങണം കേട്ടോ. PDF എപ്പോഴും കിട്ടുമെന്ന് വിചാരിക്കും, ചിലപ്പോ അത് കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. മനസ്സിലായോ നിങ്ങൾ? ഇപ്പൊ നിങ്ങൾക്ക് PDF ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്യാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ടെക്സ്റ്റ് വാങ്ങി എപ്പോഴും കയ്യിൽ വെക്കേണ്ടത് നല്ലതാണ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും വിചാരിക്കും ടെക്സ്റ്റ് ഷെയർ ചെയ്യുമല്ലോ, PDF ഷെയർ ചെയ്യുമല്ലോ, പക്ഷെ അങ്ങനെ വിചാരിക്കരുത്. അത് കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് വാങ്ങാം. അത് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ടും ടെക്സ്റ്റ് വാങ്ങും. ഇപ്പൊ നമ്മളുടെ സ്കൂളിലോ എവിടെയെങ്കിലും പോകുമ്പോൾ അവരുടെ ടെക്സ്റ്റ് തരില്ലേ? അതുപോലെ തന്നെ ഇവിടെയും അല്ലെ, നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുമ്പോ അവര് തരുന്ന ഒരു ടെക്സ്റ്റ് ആണിത്, അല്ലെ? നമ്മുടെ ടെക്സ്റ്റ് ആണ്. അപ്പൊ അത് നിങ്ങൾ വാങ്ങേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? നിങ്ങൾ വാങ്ങണം. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് വാങ്ങാം. പിന്നെന്താണ്, ഇനി ചാപ്റ്റർ 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? മാം, ഇൻഡിഫിനിറ്റീവ് പ്രൊനൗൺസ് ഒന്ന് പറയോ മാം? ഞാൻ ഡൗട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഇൻഡിഫിനിറ്റ് പ്രൊനൗണിൽ വരുന്ന കീവേഡ്സ് ഏതൊക്കെയാണ്? സം, ആൾ, ഫ്യൂ, മെനി. ഒരുപാട് കീവേഡ്സ് ഇൻഡിഫിനിറ്റ് പ്രൊനൗണിൽ വരുന്നുണ്ട്. എവ്രിവൺ, എവരിബഡി, സംവൺ, സംബഡി, എനിവൺ, എവരിബഡി, നോ വൺ, നോബഡി, everything, something, anything, nothing, none, some, all, few, many. കണ്ടോ, ഇത്രയും കീവേഡ്സ് വരുന്നുണ്ട്. ഈ കീവേഡ്സ് വരുന്ന സെന്റൻസ് ഇൻഡിഫിനിറ്റ് പ്രൊനൗൺ ആയിരിക്കും. സെന്റൻസിൽ കീവേഡ് ഉണ്ടെങ്കിൽ അത് ഇൻഡിഫിനിറ്റ് പ്രൊനൗൺ ആയിരിക്കും. നിങ്ങൾ ഏത് പ്രൊനൗൺ പഠിക്കുമ്പോഴും അതിന്റെ കീവേഡ് പഠിച്ചിട്ടുള്ളത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഏത് പ്രൊനൗൺ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ മാം. ഏതാണ് നെക്സ്റ്റ് ഇതിൽ പറയുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ ഇനി? ഇല്ല. റിഫ്ലക്സീവ് പ്രോനൗണും എംപതിക് പ്രോനൗണും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരോ? എംപതിക് പ്രോനൗൺ നൗണിന് ശേഷവും പ്രോനൗണിന് ശേഷവും കീവേഡ്സ് വരുന്നുണ്ട്. എംപതിക് പ്രോനൗണിൽ കീവേഡ്സ് എന്തൊക്കെയാണ്? myself, yourself, ourselves,
അല്ലെ, ഹിംസെൽഫ്, ഹെർസെൽഫ് എന്ന് പറയുന്ന കീവേഡ്സ് ആണ്. ആ കീവേഡ്സ് നൗണിനോ പ്രോനൗണിന് ശേഷം വരുന്നുണ്ടെങ്കിൽ, സെന്റൻസിൽ നൗണിനോ പ്രോനൗണിന് ശേഷം വരുന്നുണ്ടെങ്കിൽ അത് എംഫാറ്റിക് പ്രോനൗൺ ആണ്. ഇനി അഥവാ നൗണിന് ശേഷം പ്രോനൗണിന് ശേഷം ആ കീവേഡ് വരുന്നില്ല, വന്നത് വെർബിന് ശേഷം ഒക്കെ ആണെങ്കിൽ അത് റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ്. അപ്പൊ ഇതില് ഒരു പ്രോനൗൺ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് റിഫ്ലെക്സീവ് കിട്ടും. ഇപ്പൊ എംഫാറ്റിക് കറക്റ്റ് ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിഫ്ലെക്സീവ് ഐഡന്റിഫൈ ചെയ്യാൻ സിമ്പിൾ ആണ്. ഓക്കെ, any other doubts? ഓക്കെ, അപ്പൊ ഒരാള് ഏതെങ്കിലും ആരെങ്കിലും ഒരാള് ചാപ്റ്റർ 2 അതായത് യൂണിറ്റ് 2 മൊത്തത്തിൽ ഒന്ന് റിക്കമെൻഡ് ചെയ്തേ. എന്തൊക്കെയാണ് യൂണിറ്റ് 2-ലുള്ളത് അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആരെങ്കിലും ഒരാള് ഒന്ന് ചെയ്യും. വേണമെങ്കിൽ നൗൺ ഒരാള് എക്സ്പ്ലെയിൻ ചെയ്യാം, പ്രോനൗൺ വേറൊരാൾ എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും. ഓക്കെ, ഒന്ന് റിവൈൻഡ് ചെയ്തേ ആരെങ്കിലും. എനിവാ? ആരാണ്? പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു മാം. ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നൗൺ ആണ്. നൗൺ എന്ന് പറഞ്ഞാൽ ഇസ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെയോ പേര്. ഇപ്പൊ എക്സാമ്പിൾ തമന്ന ഒരു നൗൺ ആണ്, ട്രിവാൻഡ്രം നൗൺ ആണ്, പെൻ, ബുക്ക്, ഇതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ്. നെയിമിംഗ് വേർഡ് എന്ന് പറയാം. നൗൺസിന് നമുക്ക് മെയിൻ ആയിട്ട് 6 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ നമ്പർ 1 ആണ് പ്രോപ്പർ നൗൺ, then second common noun, then abstract nouns, collective nouns, countable and uncountable nouns. ഇതിൽ പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ പ്ലേസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ തിങ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്പെസിഫിക്കലി പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രോപ്പർ നൗൺ. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ട്രിവാൻഡ്രം അല്ലെങ്കിൽ തമന്ന അല്ലെങ്കിൽ ജർമ്മനി, ഇംഗ്ലീഷ്, ഇതൊക്കെ പ്രോപ്പർ നൗൺ ആണ്, സ്പെസിഫിക്കലി നമ്മൾ പറയുന്നതാണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് നൗൺ ഈസ് കോമൺ നൗൺ ആണ്. നമ്മൾ പൊതുവായിട്ട് പറയുന്ന ജനറിക് അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കോമൺ നൗണിൽ വരും. ഇപ്പോ ഇന്ത്യ അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്ന കൺട്രീസ് ആണ്. അപ്പൊ അവിടെ നമ്മൾ അതിനെ കൺട്രി എന്ന് കോമൺ ആയിട്ട് ഈ 2 രാജ്യങ്ങൾ നമുക്ക് കൺട്രി എന്ന് പറയാം. അതേപോലെ ഇപ്പം അശ്വിനും രാമും 2 പേരും ബോയ് കോമൺ ആയിട്ട് നമുക്ക് ബോയ് എന്ന് അവരെ പറയാൻ പറ്റും. അതാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ നോൺ ഫിസിക്കൽ ആയിട്ടുള്ളത്, ദാറ്റ് കാൺ ബി സീൻ ഓർ ടച്ച്, നമുക്ക് തൊടാനോ കാണാനോ പറ്റാത്ത ടൈപ്പ് ഓഫ് നൗൺസ് ആയിരിക്കും. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ലവ്, സ്നേഹം, അതേപോലെ ഫ്രീഡം, സ്വാതന്ത്ര്യം, ആങ്കർ, ദേഷ്യം, ഇതൊന്നും നമുക്ക് കാണാനോ തൊടാനോ പറ്റില്ല, ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ്. 4മത്തത് കളക്റ്റീവ് നൗൺസ് ആണ്. ദാറ്റ് ഈസ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഒരു വ്യക്തികളുടെ കുറച്ച് കൂട്ടം അല്ലെങ്കിൽ ഒരു കൂട്ടം ആനിമൽസ് അല്ലെങ്കിൽ ഒരു കൂട്ടം, അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ക്രൗഡ്, അതിന് നമുക്ക് കളക്റ്റീവ് നൗണിൽ കൊണ്ടുവരാം. പിന്നെ കുറെ കളക്റ്റീവ് നൗൺസ് നമുക്ക് മാം തന്നിട്ടുണ്ട്. ഇപ്പൊ ഫ്ലീറ്റ് ഓഫ് അല്ലെങ്കിൽ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, ഫ്ലീറ്റ് ഓഫ് ഷിപ്പ്, ഹെഡ് ഓഫ് കൗസ്, അതൊക്കെ കളക്റ്റീവ് നൗൺസിൽ വരും. ദെൻ 5മത്തെ ടൈപ്പാണ് കൗണ്ടബിൾ നൗൺസ്. സിമ്പിൾ ആണ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ബുക്ക്, ചെയർ, ഡെസ്ക്, പെന്ന്, കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് എല്ലാം കൗണ്ടബിളിൽ വരും. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗൺസ് ആണ്. ഇപ്പൊ വാട്ടർ, ഓയില്, വെള്ളം, ഓയില്, പഞ്ചസാര, ഷുഗർ, റൈസ്, പെട്രോൾ, ഇതൊക്കെ അൺകൗണ്ടബിൾ ആണ്. ഇനി കുറച്ച് ടൈപ്പ് ഓഫ്, അതായത് കൗണ്ടബിളിനെ നമുക്ക് അൺകൗണ്ടബിളിനെ കൗണ്ടബിൾ ആക്കി മാറ്റാൻ പറ്റും. അത് നമ്മളൊരു ബോക്സിലൊക്കെ ഇട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ അഡ്വൈസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. നമുക്ക് അഡ്വൈസ് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ അതിന് നമ്മൾ എ പീസ് ഓഫ് അഡ്വൈസ് എന്നൊരു ഇതിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കൗണ്ടബിൾ ആയിട്ട് മാറും. അങ്ങനെ കുറച്ച് വേർഡ്സ് നമ്മളുണ്ട്. അബ്യൂസ്, ഇപ്പൊ സ്ട്രീം ഓഫ് അബ്യൂസ്. ബ്രെഡ് ആണെങ്കിൽ അത് അൺകൗണ്ടബിൾ ആണ്, പക്ഷെ കൗണ്ടബിൾ ആക്കണമെങ്കിൽ എ സ്ലൈസ് ഓഫ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ മതിയാവും. അങ്ങനെ കുറെ. ഫർണിച്ചർ ആണെങ്കിൽ എ പീസ് ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അത് കൗണ്ടബിൾ ആവും. ലഗേജ് എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ ആണ്, അതിന് an ഐറ്റം ഓഫ് ലഗേജ് എന്ന് പറയുമ്പോൾ കൗണ്ടബിൾ ആയിട്ട് മാറും. അതേപോലെ മെഷീനറിന്ന് മെഷീൻ പറയാം. ന്യൂസ്, എ ബിറ്റ് ഓഫ് ന്യൂസ്, കുറെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു.
ജെൻഡർ പറയണോ മാം? നൗണിൽ വരുന്ന അറിയുക. ഓക്കെ, ജെൻഡേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ അടുത്തത് ജെൻഡേഴ്സ് ആണ്. ജെൻഡേഴ്സ് മെയിൻ ആയിട്ട് മൊത്തത്തില് 4 ടൈപ്പ് ഓഫ് ജെൻഡേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ മസ്കുലിൻ ജെൻഡർ ആണ്. മസ്കുലിൻ ജെൻഡർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വൺ ഫെമിനൈൻ, തേർഡ് വൺ ന്യൂട്ടർ ആൻഡ് ഫോർത്ത് വൺ കോമൺ ജെൻഡർ ആണ്. മസ്കുലിൻ ജെൻഡർ എന്താന്ന് പറഞ്ഞാൽ മെയിൽ പേഴ്സൺ അല്ലെങ്കിൽ മെയിൽ ആനിമൽ ആണ് എന്ന് പറയുന്ന പുല്ലിംഗം പറയുന്നതാണ്. ഇപ്പൊ ഫാദർ, കിങ്, ഡോഗ്, ഇപ്പൊ ആനിമൽസിന്റെ കേസിൽ ഡോഗ്, അതേപോലെ പക്ഷിയുടെ ആണെങ്കിൽ കോക്ക്, ബോയ്, ഇതൊക്കെ മസ്കുലിൻ ജെൻഡറിൽ വരും. ഫെമിനൈൻ ജെൻഡർ എന്ന് പറയുമ്പോൾ ഫീമെയിൽ പേഴ്സൺ അല്ലെങ്കിൽ ഫീമെയിൽ ആനിമലിനായിരിക്കും സൂചിപ്പിക്കുന്നത്. വുമൺ, മദർ, ഗേൾ. ഇപ്പൊ ഡോഗിന്റെ കേസിൽ പറഞ്ഞാൽ ഫീമെയിലിന് ബിച്ച് എന്ന് പറയും, കോക്ക് മാസ്കുലിൻ ആണ്, ഹെന്ന് ഫെമിനൈൻ ആണ്. അങ്ങനെ കമ്പയർ ചെയ്താൽ മതി. ന്യൂട്രൽ ജെൻഡർ എന്ന് പറയുമ്പോൾ നൈദർ മെയിൽ ഓർ ഫീമെയിൽ ആണ്. അതായത് ജീവൻ ഇല്ലാത്തതെല്ലാം ന്യൂട്രൽ ജെൻഡറിൽ നമുക്ക് എടുക്കാം. ഒന്നില്ലെങ്കിൽ മെയിൽ, രണ്ടും അല്ലാത്തത്. ഇപ്പൊ പേന, പെൻസിൽ, പിന്നെ ബുക്ക്, ബെഡ്, കസേര, ഇതൊക്കെ ന്യൂട്രലാണ്, ജീവനില്ലാത്തതെല്ലാം. കോമൺ ജെൻഡർ എന്ന് പറയുമ്പോൾ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ്. ഇപ്പൊ ഡോക്ടർ എന്ന് പറയുമ്പോൾ മെയിൽ ഡോക്ടറും ഉണ്ട്, ഫീമെയിലും ഉണ്ട്. ടീച്ചർ മെയിലും വരാം, ഫീമെയിലും വരാം. സിംഗർ, ആർട്ടിസ്റ്റ്, ഇതൊക്കെ ഫ്രണ്ട്, എനിമി, ഇതൊക്കെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ്. അതാണ് കോമൺ ജെൻഡറിൽ വരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഡിറ്റർമൈനേഴ്സ് ആണ് നോക്കിയത്. മൊത്തം നമുക്ക് 6 ഡിറ്റർമിനേഴ്സ് ഉണ്ട്. അതിൽ നമ്പർ 1 ആണ് ആർട്ടിക്കിൾ, ദെൻ സെക്കൻഡ് ഡെമോൺസ്ട്രേറ്റീവ്, ദെൻ പൊസസീവ്, ക്വാണ്ടിഫയേഴ്സ്, ഓർഡിനൽസ്, ആറാമത്തത് നമ്പർ. ആർട്ടിക്കിളിൽ വരുന്നത് കുറച്ച് 3 വേർഡ്സും എ, ആൻഡ്, ദ. ഡെമോൺസ്ട്രേറ്റീവില് ദിസ്, ദാറ്റ്, ദോസ്, ദീസ്. പൊസസീവിൽ വരുന്നത് മൈ, യുവർ, അതായത് എന്റെ, നിന്റെ, അതേപോലെ ഹിസ് അവന്റെ, ഹെർ അവളുടെ, അവരുടെ, ദേർ അവരുടെ. ക്വാണ്ടിഫയേഴ്സിൽ വരുന്നത് അളവുകളാണ്. സം, എനി, മെനി, ഫ്യൂ, ലിറ്റിൽ, ഇതൊക്കെ വരും. ഓർഡിനൽസിൽ നമ്പേഴ്സ്, അതായത് എത്ര സ്ഥാനങ്ങൾ പറയില്ലേ നമ്മൾ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അതൊക്കെ ഓർഡിനൽസിൽ വരും. ദെൻ ലാസ്റ്റ് നമ്പേഴ്സിൽ 1 2 3 4 5 6 എക്സെട്ര ഇത്രയും വരും. ഫോർമേഷൻ ഓഫ് ജനറ്റീവ് ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണോ മാം? നൗണിലല്ലേ? എന്തോ ജനറ്റീവും ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സും നൗണാണ് പറഞ്ഞോളൂ. അടുത്തത് ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ് ആണ്. ഇപ്പം ഓദറിന്റെ സിംഗുലറും പ്ലൂറലും നമ്മൾ പറയത്തില്ലേ. ഇപ്പം ഓദറിനെ നമ്മൾ ഓദറസ്, അതേപോലെ ഹണ്ടർ, ഹൺഡ്രസ്, ഹീറോ, ഹീറോയിൻ. ബാച്ചിലറിനെ നമുക്ക് മെയ്ഡ് അല്ലെങ്കിൽ സ്പിൻസ്റ്റർ എന്ന് പറയും. ഇപ്പൊ സിസ്റ്റർ, ബ്രദർ, ഫാദർ, മദർ എന്ന് പറയില്ലേ. അങ്ങനെ ഓരോ ഞാൻ ഇതിനെ വിട്ടുവിട്ട് എഴുതിയിരിക്കുന്ന കുറച്ച് ഗ്രൂപ്പ് ടെക്സ്റ്റിലുണ്ട്. ലയൺ ആണെങ്കിൽ ലയണസ് പറയും, ജ്യൂസ് പറയും, പ്രിൻസസ് പറയും. ആക്ടർ, ആക്ട്രസ്, ഹണ്ടർ, ഹൺഡ്രസ്, നീഗ്രോ, നീഗ്രസ്, അതേപോലെ ഹീറോ, ഹീറോയിൻ, സുൽത്താൻ, സുൽത്താന. അങ്ങനെ ബാച്ചിലർ, മെയ്ഡ്, സിസ്റ്റർ, ബ്രദർ, കോക്ക്, ഹെന്ന്, മെയിൽ ആൻഡ് ഫീമെയിൽ പറയുന്ന പോലെ തന്നെ. ഇതാണ് പ്ലൂറൽ നൗണിന്റെ ഫോർമേഷൻ ഓഫ് പ്ലൂറൽ നൗൺസ്. ഇപ്പൊ ഓട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോ, AUTO, അതിന്റെ പ്ലൂറൽ ആക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഓട്ടോസ് നമ്മൾ ഓട്ടോസ് തന്നെ പറയാം, AUTOS. അതേപോലെ പിയാനോ, പിയാനോസ്, ഒരു എസ് ഇട്ട് കൊടുത്താൽ മതി. സീറോ, സീറോസ്. അതേപോലെ തന്നെയാണ് റേഡിയോ. പിന്നെ വേറെ ടൈപ്പ് ഓഫ് ഇതിൽ ഇപ്പൊ എക്കോ ആണെങ്കിൽ ECHO, എക്കോ എന്നാണ് പറയുന്നത്. അതിന്റെ പ്ലൂറൽ വരുമ്പോ എക്കോസ്, അവിടെ ES ആഡ് ചെയ്യണം. CHOES വരും. അതേപോലെ ഹീറോ, ഹീറോസ്, അതും ES വരും. പൊട്ടറ്റോ, പൊട്ടറ്റോസ്, ടൊമാറ്റോ, ടൊമാറ്റോസ്. ഇനി അടുത്തത് IES വരുന്ന കുറച്ച് ഗ്രൂപ്പ്സ് ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ബേബി. ബേബി എന്ന് പറയുമ്പോൾ BABY, അതിനെ പ്ലൂറൽ ആക്കുമ്പോൾ ബേബീസ് എന്ന് പറയാം. BABIES വരും. അതേപോലെ ലേഡീസ് വരും. എനിമീസ് വരും. അങ്ങനെ കുറെ എക്സാമ്പിൾ. ബിലീഫ്സ് ആണ്, അവിടെ EFS. ജിറാഫ്സ്. ഹാൻഡ് കർച്ചീഫ്സ്. പിന്നെ കാവ്സ്, അവിടെ VES ആണ്. ഇപ്പൊ വൈഫ്സ്, നൈഫ്സ്, അവിടെയും VES വരും. ദെൻ മാനിനെ നമ്മൾ പ്ലൂറൽ ആക്കുമ്പോ മെൻ എന്ന് വരും. വുമൺ, വിമൻ, ഗൂസ്, ഗീസ്, അതൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അതേപോലെ ചൈൽഡ്, ചിൽഡ്രൻ, കുട്ടികൾ, ഓക്സ്, ഓക്സൻ, അങ്ങനെ. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പ്ലൂറൽ ആക്കുമ്പോൾ ബ്രദേഴ്സ് ഇൻ ലോ എന്ന് വരും. മദർ ഇൻ ലോ ആണെങ്കിൽ മദേഴ്സ് ഇൻ ലോ.
അതേപോലെ മെയ്ഡ് സെർവന്റ് ആണെങ്കിൽ മെയ്ഡ് സെർവൻസ് അവിടെ വരും. മെയ്ഡ്സ് വരില്ല, മെയ്ഡ് സെർവൻസ് എന്ന് വരും. അതേപോലെ മാൻ ഓഫ് വാർ ആണെങ്കിൽ മെൻ ഓഫ് വാർ പ്ലൂറലിലോട്ട് ആക്കുമ്പോൾ. ഇനി നമുക്ക് നൗണില് ജനറ്റീവ് ആണ് നോക്കാനുള്ളത്. അവിടെ നമുക്ക് ജനറ്റീവിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഓഫ് ജനറ്റീവ് ആണ്, സെക്കൻഡ് വൺ എസ് ജനറ്റീവ്. ഓഫ് ജനറ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാൽ ഐസ് ഓഫ് ദ ബേബി, എ പിക്ചർ ഓഫ് ദ ടേബിൾ, ദ ലെഗ്സ് ഓഫ് ദ ടേബിൾ എന്നൊക്കെ പറയും. ഇതിനെ എസ് ജനറ്റീവിലോട്ട് ആക്കുമ്പോൾ ഇപ്പം ദ ഐസ് ഓഫ് ദ ബേബി അത് ഓഫ് ജനറ്റീവ് ആണ്. ദ ബേബീസ് ഐ എന്ന് പറഞ്ഞാൽ ഐസ് എന്ന് പറഞ്ഞാൽ അത് എസ് ജനറ്റീവ് ആവും. അതേപോലെ പിക്ചർ ഓഫ് ദ ടേബിൾ അത് ഓഫ് ജനറ്റീവ് ആണ്. ദ ടേബിൾസ് പിക്ചർ എന്ന് പറയുമ്പോൾ അത് എസ് ജനറ്റീവ് ആവും. ദ ലെഗ്സ് ഓഫ് ദ ടേബിൾ ഓഫ് ജനറ്റീവ് ആണ്. ദ ടേബിൾസ് ലെഗ്സ് എന്ന് പറയുമ്പോൾ എസ് ജനറ്റീവിലോട്ട് വരും. ഇത്രയാണ് നമ്മൾ നൗണിൽ കവർ ചെയ്തിട്ടുള്ളത്. മാം കവർ ചെയ്ത് തന്നത്. താങ്ക് യു മാം. Yeah, good job, Kamala. Thank you, ma'am. Explained so well. Thank you, ma'am. ചാപ്റ്ററിലെ രണ്ട് പോർഷനാണ് ചാപ്റ്ററിൽ ഉള്ളത്. അതില് ഫസ്റ്റ് പോർഷൻ ഇത്രയും ടൈം കൊണ്ട് ഇത്രയും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. അപ്പൊ തമിഴിക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് അറിയാം. ആ ഒരു രീതിയിൽ പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അന്നേരം ക്ലാസ് എടുക്കാൻ അറിയാം. താങ്ക് യു മാം. ക്ലാസ് എടുക്കുന്നുണ്ട്, ഇപ്പോ എക്സ്പീരിയൻസ് വേണ്ടി പോകുന്നുണ്ട്. +2 ഇംഗ്ലീഷും 8ാം ക്ലാസ് ഇംഗ്ലീഷും ബയോളജി എടുക്കുന്നുണ്ട് സ്കൂളിൽ. താങ്ക് യു മാം. എനിക്ക് തോന്നി, കാരണം ചെയ്യുന്ന പോലെ ഉണ്ട് എന്ന് ചോദിച്ചേ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. വീട്ടിൽ എടുത്തിട്ടില്ല ഞാൻ, 10 ട്യൂഷൻ എടുത്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്, സെന്ററിൽ പഠിപ്പിച്ചുള്ള എക്സ്പീരിയൻസ്, ഡെമോ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. പകുതി കുറഞ്ഞു. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഇടാറുണ്ട്, ചോദിച്ചാൽ പറഞ്ഞൊക്കെ കൊടുക്കും, പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കും എല്ലാം. അതൊരു പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു പ്രത്യേക ഒരു എബിലിറ്റിയാണ്. എല്ലാവർക്കും ഉണ്ടെന്ന് ഉള്ളതല്ല, അങ്ങനെ എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മൾക്ക് സ്കൂളില് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, നമ്മൾ ഒരുപാട് ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിലോ ഏതെങ്കിലും ഒരു ടീച്ചറേ ഉണ്ടാവുള്ളൂ. അപ്പോ എല്ലാവരും പഠിപ്പിക്കുന്നത് ഡിഫറെന്റ് ആണ്. ചില ടീച്ചേഴ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ അവര് പഠിപ്പിച്ച രീതിക്ക് വ്യത്യാസമുണ്ട്, പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാം. അപ്പൊ അങ്ങനെ ഫോളോ ചെയ്യാം. അപ്പൊ ഇന്നും നല്ലൊരു ടീച്ചർ എന്നുള്ള രീതിയിൽ എല്ലാ സ്റ്റുഡൻസിന്റെയും മുന്നിൽ ഉണ്ടാവണം. സ്റ്റുഡൻസിന് എന്താണോ ആവശ്യം അത് കണ്ടറിഞ്ഞ് ചെയ്യുന്നവനായിരിക്കണം ഒരു ബെറ്റർ ടീച്ചർ. അതാണ് എന്റെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പൊ ഇപ്പൊ എനിക്ക് എന്റേതായ രീതിയിൽ ക്ലാസ് എടുക്കാം. ജസ്റ്റ് പറഞ്ഞു പോയാൽ ഓക്കെ, എന്റെ പണി കഴിഞ്ഞു അല്ലെ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ക്ലാസ് എടുക്കുന്നോ അതായിരിക്കണം. അപ്പൊ സ്റ്റുഡൻസിന് എങ്ങനെയൊക്കെ മനസ്സിലായി, അതാണ് ഏറ്റവും നല്ല രീതി. അല്ലാതെ വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ എപ്പോഴും ഫോളോ ചെയ്യാൻ നോക്കാട്ടോ. കടമ കഴിച്ച് പോയത് പഠിപ്പിക്കുമ്പോ അവർക്ക് മനസ്സിലാവണം. അതൊക്കെ ഏതൊക്കെ രീതിയിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്നൊക്കെ നമ്മൾ തന്നെ നോക്കി പല രീതിയിൽ ടൈപ്സിലൊക്കെ പറഞ്ഞ് എങ്ങനെയും മനസ്സിലാക്കി കൊടുക്കണം. കാരണം പഠിക്കാൻ വന്നിരിക്കുന്നവരല്ലേ. പഠിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്, പഠിപ്പിക്കുക എന്നുള്ളതോ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അത് നന്നായിട്ട് ചെയ്യാം. സോ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് പ്രോണൗണിനെ കുറിച്ച് ആര് എക്സ്പ്ലെയിൻ ചെയ്യാം? ഇതേപോലെ കണ്ട തമൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ ഒരുപാട് ഇമോജീസ് എന്താണ് ഇതൊക്കെ ഇമോജീസ് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്കും താല്പര്യമില്ലേ വേണമെന്ന്. അപ്പൊ ആര് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാം? ഇതേപോലെ എല്ലാവർക്കും പറ്റും. ട്രൈ ചെയ്താൽ എല്ലാവർക്കും പോലെ പറയാൻ പറ്റും. തമന്നയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി ആരാ പറയാ? പ്രോണൗൺ ആരാ എക്സ്പ്ലെയിൻ ചെയ്യാം? ഞാൻ പറയാം മാം. വേറെ ആരെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം മാം. എനിക്കൊന്ന് രസ്ന പറഞ്ഞു തോന്നുന്നു. രസ്ന മാം,
പ്രൊനൗൺസും അതിന്റെ ടൈപ്പ് ഓഫ് പ്രൊനൗൺസും എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കി രചന പറഞ്ഞോട്ടെ. സെക്കൻഡ് പോർഷനിൽ നമ്മൾ പഠിച്ചത് പ്രൊനൗൺസ് ആയിരുന്നു. പ്രൊനൗൺസ് ഈസ് യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ നൗൺ ടു അവോയ്ഡ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദ നൗൺ. അതായത് ഇപ്പോൾ നെയിമിന് പകരമോ അല്ലെങ്കിൽ നൗണിന് പകരമോ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ ഐ, ഷീ, ഹി, യു, വി, ദേ, ഇറ്റ് ഇതൊക്കെ. സെന്റൻസ് ബൈ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പൊ മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, ഷീ ഹാസ് ലോങ് ഹെയർ. മീര എന്ന് പറയുന്ന ഒരു നൗൺ ആയതുകൊണ്ട് നമ്മൾ ഷീ ഹാസ് ലോങ് ഹെയർ എന്നവിടെ പറയുമ്പോൾ മീരയെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഷീ ചേർത്തിട്ടാണ്. സോ ഷീ എന്ന് പറയുന്ന ഒരു പ്രൊനൗൺ ആണ്. അതുപോലെ സമീൻ ഈസ് എ നോട്ടി ബോയ്, ഹി ഹാസ് ബ്രേവ്. സോ സമീനെ നമ്മൾ അവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഹി ആണ്. സോ ഹി എന്ന് പറയുന്നത് ഒരു പ്രൊനൗൺ ആണ്. അതുപോലെ തന്നെ പ്രൊനൗൺസ് ആർ 9 ടൈപ്സ് ആണ്. പേഴ്സണൽ പ്രൊനൗൺ, റിഫ്ലെക്സീവ് പ്രൊനൗൺ, എംഫറ്റിക് പ്രൊനൗൺ, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ, ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺ, റെസിപ്രോക്കൽ പ്രൊനൗൺ, ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ, റിലേറ്റീവ് പ്രൊനൗൺ. അതിൽ പേഴ്സണൽ പ്രൊനൗൺ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊനൗൺസ്, അതായത് ഐ, യു, വി, ദേ, ഷീ, എവരിബഡി, ഇറ്റ് ഇതൊക്കെ നമ്മൾ പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊനൗൺസ് ആണ്. പിന്നെ എംഫറ്റിക് പ്രൊനൗൺ ആണെങ്കിൽ എംഫറ്റിക് പ്രൊനൗൺസ് ആർ ഓൾവേസ് യൂസ്ഡ് ആഫ്റ്റർ നൗൺ ആൻഡ് പ്രൊനൗൺസ്. അതായത് ഒരു സെന്റൻസിൽ നൗണിനോ പ്രൊനൗണിനോ ശേഷമായിരിക്കും ഈ എംഫറ്റിക് പ്രൊനൗൺസ് വരുന്നത്. എക്സാമ്പിൾസ് മൈ സെൽഫ്, അവർ സെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹെർ സെൽഫ്, പിന്നെ ഇറ്റ് സെൽഫ്, ദംസെൽഫ്സ് ഇതൊക്കെ. ഇപ്പോ ഐ റിപ്പയർഡ് ദ ബൈക്ക് മൈസെൽഫ് or I myself repaired the bike. അതിൽ ബൈക്ക് എന്ന് പറയുന്ന ഒരു നൗൺ ആയതുകൊണ്ട് അതിന് ശേഷം മൈസെൽഫ് വന്നു. സോ അത് എംഫറ്റിക് പ്രൊനൗൺ ആണെന്ന് നമുക്ക് പറയാം. പിന്നെ റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ് പറഞ്ഞിട്ടുള്ളത്, വിച്ച് ആർ നോട്ട് യൂസ്ഡ് ആഫ്റ്റർ എ നൗൺ ഓർ പ്രൊനൗൺ. ഒരു സെന്റൻസിൽ നൗണിനോ പ്രൊനൗണിനോ ശേഷം ആയിരിക്കില്ല റിഫ്ലെക്സീവ് പ്രൊനൗൺ വരുന്നത്. സോ ദേ ഫൗണ്ട് ദംസെൽവ്സ് ഇൻ ഗ്രേറ്റ് ഡിഫിക്കൽറ്റി. അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺസിൽ എവ്രി വൺ, എവ്രിബഡി, സംവൺ, സംബഡി, എനിവൺ, എനിബഡി, നോ വൺ, നോബഡി, എവറിത്തിങ്, സംതിങ്, എനിത്തിങ്, നത്തിങ്, നൺ, സം, ഓൾ, ഫ്യൂ, മെനി. ഈ വേർഡ്സ് ഒക്കെ നമ്മൾ ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അതിൽ പിന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ് ആണ്. ഈച്ച്, എയ്തർ, നെയ്തർ ഇതൊക്കെ ഈ 3 വേർഡ്സ് ആണ് കൂടുതലും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഉണ്ടാവാറുള്ളൂ, ആവർത്തിച്ച് വരാറില്ല ഒരു സെന്റൻസിൽ. ഒന്നിൽ കൂടുതൽ വേർഡ്സ് യൂസ് ചെയ്യാറില്ല സാധാരണഗതിയിൽ. എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഈച്ച് ഓഫ് ദ ഗേൾസ് വാസ് ഗിവൻ എ പ്രൈസ്. അവിടെ ഈച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ് ആണ്. പിന്നെ യു ക്യാൻ ബൈ എയ്തർ ഓഫ് ദ ഡിക്ഷണറീസ്. എയ്തർ എന്ന് പറയുന്നതും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ ആണ്. നെയ്തർ ഓഫ് ദ ആൻസേഴ്സ് വാസ് സാറ്റിസ്ഫാക്ടറി. അതായത് നെയ്തർ എന്ന് പറയുന്നതും ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ ആണ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ദിസ്, ദീസ്, ദാറ്റ്, ദോസ് ഇങ്ങനെയുള്ള വേർഡ്സ് ആണ്. ഇന്ററോഗേറ്റീവ് പ്രൊനൗൺസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ദ പ്രൊനൗൺ യൂസ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻ ഈസ് കോൾഡ് ഇന്ററോഗേറ്റീവ് പ്രൊനൗൺസ്. അതായത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുന്ന പ്രൊനൗൺസ് ആണ് ഇന്ററോഗേറ്റീവ് പ്രൊനൗൺസ്. എക്സാമ്പിൾ ഹൂ, ഹൂസ്, ഹൂം, വാട്ട്, വിച്ച് ഇതൊക്കെ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്ററോഗേറ്റീവ് പ്രൊനൗൺസ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹൂ ചേർത്തിട്ട് ഹൂ വാസ് അറ്റ് ദ ഡോർ, വാട്ട് ഈസ് യുവർ നെയിം, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഡ്രസ്, ഹൂ പെൻ ഈസ് ദിസ്, ഹൂം ഡിഡ് യു ഇൻവൈറ്റ് ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ സെന്റൻസ് ആണ്. സോ ക്വസ്റ്റ്യൻസിൽ വരുന്ന പ്രൊനൗൺസ് ആണ് ഇങ്ങനെ ഹൂ, വാട്ട്, വിച്ച്, ഹൂസ്, ഹൂം ഇതൊക്കെ ചേർത്ത് എഴുതുന്നത്. പിന്നെ ഉള്ളത് റെസിപ്രോക്കൽ പ്രൊനൗൺസ് ആണ്. അതിൽ 2 വേർഡ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഈച്ച് അതർ, രണ്ടാമത്തേത് വൺ അനദർ. പിന്നെ ഉള്ളത് റിലേറ്റീവ് പ്രൊനൗൺസ്. റിലേറ്റീവ് പ്രൊനൗൺസ് ആർ യൂസ്ഡ് ടു റിലേറ്റീവ് വൺ പാർട്ട് ഓഫ് സെന്റൻസ് ടു അനദർ. അതായത് ഒരു സെന്റൻസിൽ മറ്റൊരു സെന്റൻസിലേക്ക് ബന്ധപ്പെട്ട് അറ്റാച്ച് ചെയ്തിരിക്കും, അതായത് റിലേറ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള പ്രൊനൗൺസ് ആണ് റിലേറ്റീവ് പ്രൊനൗൺസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ്, വിച്ച്, ഹൂ, ഹൂസ്, ഹൂം ഇതൊക്കെ അതിനൊരു എക്സാമ്പിൾസ് ആണ്. പിന്നുള്ളത് ഇത്രയേ ഉള്ളൂ മാം.
ടൈപ്സ് ഓഫ് പ്രൊനൗൺസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി ഇനി ഇതിനകത്തിൽ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ രസം പറയട്ടെ മാം. ഓക്കെ, ദിവ്യ എന്താ പറഞ്ഞേ? പേഴ്സണൽ പ്രോണൗൺ പറയൂ. അതായത് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത് അവള് പറഞ്ഞത് പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോനൗൺ എന്നാണല്ലോ. ശരിക്കും അതാണോ? ഒരു പേഴ്സണിന് പകരം ഉപയോഗിക്കുന്ന പ്രോനൗൺ അല്ലേ പേഴ്സണൽ പ്രോനൗൺ? അതായത് ഇപ്പോ ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഇപ്പൊ നമ്മൾ സബ്ജക്റ്റ് പ്രൊനൗൺ, ഒബ്ജക്റ്റ് പ്രൊനൗൺ, പ്രൊസസീവ് പ്രൊനൗൺസ് അങ്ങനെ ഉണ്ടല്ലോ. ഞാനതൊരു ഈസി വേയിൽ ഞാനതങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ അത് രസ്ന പറയുമ്പോൾ അതുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞത്. നോർമലായിട്ട് ഞാനതങ്ങ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, അത് ക്ലിയർ ആയി. അപ്പൊ രസ്ന can continue. ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മളിവിടെ പറയാൻ പോകുന്നത് പ്രൊണൗൺസിനെ കുറിച്ചാണ്. പ്രൊണൗൺ എന്താന്ന് എല്ലാവർക്കും അറിയാം. കാരണം നമ്മള് ഇപ്പോ സിന്ധു പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നെയിമിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യണ ഒരു നൗൺ ആണ് പ്രൊണൗൺ എന്ന് പറയുന്നത്. അതായത് റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ സിന്ധു ഇസ് എ ഗുഡ് ഗേൾ, സിന്ധു ഇസ് വെരി ഗുഡ് ടീച്ചർ, അങ്ങനെ സിന്ധു 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 എന്ന് പറയുന്നതിന് പകരം ഒരു പ്രാവശ്യം മാത്രം നെയിം യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള സെന്റൻസ് എല്ലാം നമ്മൾ ഈ പ്രോണൗൺ വെച്ച് യൂസ് ചെയ്ത് നമ്മൾ സെന്റൻസ് എഴുതുക പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രോണൗൺ ഒരുപാട് ടൈപ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പേഴ്സണൽ പ്രോണൗൺ ആണ്. പേഴ്സണൽ പ്രോണൗൺ എന്ന് പറഞ്ഞാല് ശരിക്കും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പേഴ്സണൽ പ്രോണൗൺ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് അതിൽ 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സബ്ജക്റ്റീവ് പ്രോണൗൺ, സെക്കൻഡ് വൺ ഒബ്ജക്റ്റീവ് പ്രോണൗൺ, തേർഡ് വൺ പൊസസീവ് പ്രോണൗൺ. ഇതിൽ സബ്ജക്റ്റീവ് പ്രോണൗൺ എന്ന് പറഞ്ഞാൽ അത് സബ്ജക്ട് ആയിട്ടാണ് വരിക. ഇപ്പോ എക്സാമ്പിൾ വരുന്നാല് നമ്മളിപ്പോ ഐ ആം എ ടീച്ചർ എന്ന് വെച്ച് പറയുമ്പോൾ ഐ എന്ന് പറയുന്നത് അതിൽ സബ്ജക്ട് പ്രോണൗൺ ആണ്. ഐ ആം എ ടീച്ചർ എന്ന് പറയുമ്പോൾ അതിൽ ഐ ആണ് അവിടെ സബ്ജക്ട് ആയിട്ട് വരുന്നത്. ദെൻ ഒബ്ജക്റ്റീവ് പ്രോണൗൺ ആണ്, സബ്ജക്റ്റീവ് പ്രോണൗണിൽ വരുന്നത് ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, എവരിബഡി. ഇത്രയാണ് ഒരു സബ്ജക്റ്റീവ് പ്രോണൗണിൽ വരിക. ദെൻ സെക്കൻഡ് വൺ ഒബ്ജക്റ്റീവ് പ്രോണൗൺ ആണ്. അത് ഇതുപോലെ തന്നെ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ പ്രോണൗണിനെ യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്നത് മീ, യു, ദം, അസ്, ഹിം, ഹെർ, ഇറ്റ്. ഇത്രയാണ് ഒബ്ജക്റ്റീവ് പ്രോണൗണിൽ വരുന്നത്. ദെൻ പൊസസീവ് പ്രോണൗൺ ആണ്. പൊസസീവ് പ്രോണൗൺ എന്ന് പറഞ്ഞാല് അതായത് കുറച്ചുകൂടെ നമ്മൾ ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൊസസീവ് പ്രോണൗൺ കുറച്ചുകൂടെ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പൊ മൈ ഓർ മൈൻ, എന്റെ എന്നുള്ള ഒരു മീനിങ് വരും. യുവർ നിന്റെ, അവർ അവരുടെ, അവരുടെ, ദയർ, ഹിസ്, ഹെർ, ഇറ്റ്, അങ്ങനെയൊക്കെ വരുന്നതാണ് പൊസസീവ് പ്രോണൗണിൽ വരുന്നത്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ യുവർ എന്നുള്ളത് യുവേഴ്സ് ആവും, അവർ എന്നുള്ളത് അവേഴ്സ് ആവും, ദയർ എന്നുള്ളത് ദയേഴ്സ് ആവും. ദെൻ സെക്കൻഡ് വൺ വരുന്നത് എംപത്തറ്റിക് പ്രോണൗൺ ആണ്. അത് നമ്മൾ ശരിക്ക് എംപത്തറ്റിക്കും റിഫ്ലക്റ്റീവും എന്താ പറയാ രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാവാണ് സുഖം. അതായത് എംപത്തറ്റിക് പ്രോണൗണിലും റിഫ്ലക്റ്റീവ് പ്രോണൗണിലും വരുന്ന കീവേഡ്സ് സെയിം ആണ്. അതിൽ വരുന്നത് മൈ സെൽഫ്, ഹിം സെൽഫ്, ഹെർ സെൽഫ്, ഇറ്റ് സെൽഫ്, അവർ സെൽഫ്, ദം സെൽഫ്. ഇതൊക്കെ എംപത്തറ്റിക് പ്രോണൗൺ വരുമ്പോ ഇവയെല്ലാം ഒരു നൗണിനോ പ്രോണൗണിനോ ശേഷമായിട്ടും വരിക. ദെൻ റിഫ്ലക്റ്റീവില് വരുന്ന സമയത്ത് നേരെ തിരിച്ചു വരും. അതായത് നൗണിനും പ്രോണൗണിനും ശേഷം അല്ലാതെ വരുന്ന ഈ കീവേഡ്സ് ഒക്കെ അങ്ങനെ വരുമ്പോൾ അത് റിഫ്ലക്റ്റീവ് പ്രോണൗൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോ എംപത്തറ്റിക് പ്രോണൗണിന് നമുക്ക് എക്സാമ്പിൾ പറഞ്ഞാല് ഐ പ്രിപ്പയർഡ് ദ ബൈക്ക് മൈസെൽഫ്, ഐ പ്രിപ്പയർഡ് ദ ബൈക്ക് മൈസെൽഫ്. അതില് മൈസെൽഫ് എന്ന് പറയണ ഇതാണ് വരുന്നത് എംപത്തറ്റിക്കലി. അതായത് ബൈക്ക് എന്ന് പറയുന്നത് നൗൺ ആണ്, മൈസെൽഫ് ആണ് ഇവിടെ കീവേഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി റിഫ്ലക്റ്റീവില് വരുമ്പോ they found themselves in the great difficulty. അവിടെ themselves ആണ് വരുന്നത്. ഇവിടെ ഫൗണ്ട് ഒരിക്കലും നൗൺ അല്ല, അതായത് നൗണിന് ശേഷമല്ല നമ്മള് ഈ കീവേഡ് വന്നിട്ടുള്ളത്. റിഫ്ലക്റ്റീവും എംപത്തറ്റിക്കും ഇങ്ങനെയാണ് മനസ്സിലാക്കുക. ദെൻ ഇൻഡിഫിനിറ്റ്
പ്രോണൗൺ ആണ്. അതിൽ വരുന്ന കീവേഡ്സ് എന്താന്ന് വെച്ചാല് എവരി വൺ, എവരിബഡി, സംവൺ, സംബഡി, എനിവൺ, എനിബഡി, നോ വൺ, നോബഡി, എവറിത്തിങ്, സംതിങ്, എനിത്തിങ്, നത്തിങ്, നൺ, സം, ഓൾ, ഫ്യൂ, മെനി. ഇത്രയും കീവേഡ്സ് വന്നാല് നമുക്കത് മനസ്സിലാക്കാം അത് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണെന്ന്. ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണ്. അതില് 3 കീവേഡ്സ് മാത്രമേ വരുന്നുള്ളൂ. അത് ഒരുമിച്ച് ഒരിക്കലും വരില്ല. ഒരു സെന്റൻസിൽ അറ്റ് എ ടൈം ഒരെണ്ണേ വരത്തുള്ളൂ. അതായത് ഈച്ച്, എയ്തർ, നെയ്തർ. ഈ 3 എണ്ണം വന്നാല് നമുക്കത് മനസ്സിലാക്കാം അത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണെന്ന്. ദെൻ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ആണ്. അതിൽ വരുന്ന കീവേഡ്സ് ദിസ്, ദീസ്, ദാറ്റ്, ദോസ്. ഈ 4 എണ്ണം വന്നാല് അത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ആണ്. ദെൻ ഇന്ററോഗേറ്റീവ് പ്രോണൗൺ എന്ന് പറഞ്ഞാല് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് WH ക്വസ്റ്റ്യൻസ് എവിടെ വരണോ, അതായത് വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇന്ററോഗേറ്റീവ് പ്രോണൗൺസിൽ വരുന്നത്. അതായത് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം WH എന്ന് വെച്ചാല് എല്ലാതും വരുന്നില്ല. ഹൂ, ഹൂസ്, ഹൂം, വാട്ട്, വിച്ച് ഇത് വരും. വൈ, വേർ ഇതിൽ വരത്തില്ല. അതുകൂടെ ഇതിൽ ശ്രദ്ധിക്കണം. ദെൻ റെസിപ്രോക്കൽ പ്രോണൗൺ ആണ്. അതിൽ ഈച്ച് അതർ, വൺ അനദർ എന്ന് ഈ 2 പ്രൊണൗൺസ് വന്നാല് അത് റെസിപ്രോക്കൽ പ്രോണൗൺ ആണ്. ദെൻ റിലേറ്റീവ് പ്രോണൗൺ. റിലേറ്റീവ് പ്രോണൗൺ എന്ന് വെച്ചാല് നമ്മൾ 2 സെന്റൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോണൗണിനെയാണ് റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയാം. അവിടെ വരുന്നത് ഹൂ, ഹൂസ്, ഹൂം, വിച്ച് ആൻഡ് ദാറ്റ്. ഈ ഇത്രയും വന്നാല് അത് നമ്മൾ 2 സെന്റൻസിനെ കൂടെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും യൂസ് ചെയ്യുക. അപ്പൊ ഒരു സെന്റൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അവിടെ കണക്ഷൻ വരുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പോ അങ്ങനെയാണ് അത് മനസ്സിലാക്കി എടുക്കുക. അതില് വിച്ച്, ഹൂ, ഹും, ദാറ്റ്, ഹൂസ് ഇത്രയും പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു പീപ്പിളിനെയോ പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദാറ്റ്, വിച്ച് അത് നമ്മുടെ തിങ്സ്, ആനിമൽസ് അതിനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റെസിപ്രോക്കലിന് ഞാനൊരു എക്സാമ്പിളും കൂടെ പറയാം. റെസിപ്രോക്കലിനല്ല, സോറി, റിലേറ്റീവിന്. ദ ഗേൾ ഹൂ ഹെൽപ്ഡ് മീ ഈസ് യുവർ സിസ്റ്റർ. ദ ഗേൾ ആ പെൺകുട്ടി, ഹൂ ഹെൽപ്ഡ് മീ എന്ന് പറയുമ്പോൾ അതായത് ഇവിടെ ഹൂ ആണ് നമുക്ക് റിലേറ്റീവ് ആയിട്ട് വരുന്നത്. ആ പെൺകുട്ടി അവൾ എന്നെ സഹായിച്ചു, എന്റെ സിസ്റ്ററിനെ സഹായിച്ച പെൺകുട്ടി അവളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ പെൺകുട്ടി ഹൂ എന്നുള്ള ആ വേർഡാണ് ഇവിടെ റിലേറ്റീവ് ആയിട്ട് വരുന്നത്. ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു മാം. കഴിഞ്ഞു. Okay, Sindhu and Asma, you both also explained. Okay, and that explained ചെയ്തിട്ടുണ്ട് 2 പേരും. Okay, താങ്ക് യു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, വ്യത്യാസമില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം, രസ്ന എംപതറ്റിക് അല്ല, എംപാത്തിക് ആണ്. ഓക്കെ, എന്തൊരു വേർഡും നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ തന്നെ പറയാം. ടീച്ചേഴ്സ് ആണ്, ടീച്ചേഴ്സിനെ കണ്ടാ പഠിക്കുള്ളൂ. അപ്പൊ ഞാനും ചിലപ്പോൾ തെറ്റി പറയാം, ഇല്ലാന്നല്ല, തെറ്റെല്ലാവർക്കും പറ്റും. അത് എല്ലാവരും പെർഫെക്റ്റ് അല്ല. പക്ഷെ മാക്സിമം നമ്മള് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രം അത് പ്രൊണൗൺസ് ചെയ്യാം കേട്ടോ. റസ്മിനെ കുറ്റം പറഞ്ഞല്ല, ആർക്കും പറ്റും, എനിക്കും പറ്റും. ഓക്കെ, എംപാത്തിക് ആണ് പറയുന്നത്. ഇത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പറഞ്ഞില്ലെങ്കിൽ എപ്പോഴും പിന്നെയും മിസ്റ്റേക്ക് എന്താ പറയാ. ഇപ്പൊ ഞാൻ പറയുന്നില്ല എങ്ങനെ എംപാത്തിക് അല്ലെങ്കിൽ എന്നെയും കുറ്റം പറയാം കേട്ടോ. ഞാൻ എന്ത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇപ്പോ ടീച്ചർ പറയുന്ന തെറ്റാണെങ്കിലും നമുക്ക് ഗൂഗിൾ ഉണ്ട് നോക്കാം. നിങ്ങൾ ഗൂഗിളിൽ നോക്കുക, അത് കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസിയേഷൻ നോക്കുക, ആ രീതിയിൽ പ്രൊണൗൺസ് ചെയ്യാം. ഓക്കെ, അപ്പോ അത്രയൊക്കെ ഉള്ളൂ. നന്നായിട്ട് നമ്മള് യൂണിറ്റ് 2 റിവൈൻഡ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് അല്ലെ? നന്നായിട്ട് മനസ്സിലായി. ആരും ബൈഹാർട്ട് പഠിച്ചിട്ടല്ല ഇത് പറയുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആണോ? മനസ്സിലാക്കി പഠിച്ചതാണോ എല്ലാവരും? ഓക്കെ, അങ്ങനെ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ പഠിക്കാം, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, എന്നാലും ഇംഗ്ലീഷ് നമ്മുടെ എന്നും നമുക്ക് ഒരു വേണ്ട ലാംഗ്വേജ് ആണ്, അത്യാവശ്യമാണ് ഇംഗ്ലീഷ്. ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ മനസ്സിലാവും, എക്സാമിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ നമുക്ക് പിന്നീട് മറന്നു പോകും, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് ചേർന്ന് ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരും.
ഓക്കെ, അപ്പോ ഇതോടുകൂടി ഈ മോണ്ടിസോറി കോഴ്സിന് കൂടി നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചെടുക്കാം. ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഗ്രാമർ പഠിക്കാൻ പറ്റും. സംസാരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽറ്റി ആണ്, പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം, മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒപ്പം ഇതുപോലെ കട്ടക്ക് കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. പക്ഷെ ഈ 90 എബോ സ്റ്റുഡൻസ് ഉണ്ട്, ഇത്രയും പേരെ കൊണ്ട് ഞാൻ എങ്ങനെ സംസാരിപ്പിക്കും എന്നോർത്ത് എനിക്ക് ടെൻഷനാണ്. കാരണം ഇത്രയും സ്റ്റുഡൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല ഒരു ക്ലാസ് കൊണ്ട്. അപ്പൊ അതിലാരും പരാതി പറയരുത്, അയ്യോ മിസ് ഞാൻ പറഞ്ഞില്ല, മിസ് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നോട് പറയാം, മിസ് എനിക്ക് അടുത്ത ക്ലാസ് എനിക്ക് പറയണം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു ചാൻസ് തരാം. ഓക്കെ, അല്ലാതെ 90 സ്റ്റുഡൻസ് കവർ ചെയ്യുന്നത് കുറച്ച് ടഫാണ് അല്ലെ, നിങ്ങൾക്കറിയാലോ. അപ്പൊ പറയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പറയാം, ഞാൻ അവരുടെ പേര് വിളിക്കാം. ഗ്രൂപ്പിൽ സംസാരിക്കുന്നുണ്ട്. യാ, ഗുഡ്, വെരി ഗുഡ്. ആക്ടിവിറ്റി പറയും, ആരാ പറഞ്ഞേ? പറയൂ, കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കരുത്, ഏതെങ്കിലും എക്സാമിന് വേണ്ടി പഠിക്കാതിരിക്കുക. എല്ലാ ക്ലാസ്സിലും ഞാൻ ഇത് പറയുന്നുണ്ട്, പക്ഷെ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി ഇനി ഒരിക്കലും പഠിക്കരുത്. നല്ല കാര്യമാണ്. തെറ്റേക്ക പഠിക്കുക, നന്നായിട്ട് പറയാം. ഞാൻ പറഞ്ഞ പോലെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കരുത് കേട്ടോ, വോയിസ് നോട്ട് അയക്കണം. ഓക്കെ, യൂസ് ചെയ്യണം. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നും ഇങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, എല്ലാവരും ഇങ്ങനെ നല്ലൊരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിക്കും. ഓക്കെ, ഇംഗ്ലീഷ് സംസാരിക്കുക, നല്ലൊരു പൊസിഷനിലൊക്കെ എത്തട്ടെ എല്ലാവരും. ഓക്കെ, കൂടുതൽ ടെക്സ്റ്റ് മെസ്സേജ് ആണ് എല്ലാവരും അയക്കാൻ ശ്രമിക്കാറ്, വോയിസ് അയക്കാൻ എല്ലാവർക്കും ഒരു മടിയാണ്. ആണ് വിഷയം. എന്നിട്ട് സംസാരിക്കണമെന്ന് പറയുകയും ചെയ്യും. ഇല്ല, സംസാരിക്കുമ്പോ പറയുമ്പോ എല്ലാം തെറ്റാണ്, എന്നാലും മാക്സിമം ശ്രമിക്കാറുണ്ട് എല്ലാരും പറയാൻ. അതെ, അതായത് ടെക്സ്റ്റ് അയക്കുമ്പോൾ നമുക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടുമ്പോൾ ടെക്സ്റ്റ് അയക്കുന്നത് സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷേ സംസാരിക്കും ആദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, കിട്ടില്ല, വെള്ളി വീഴും, കുറച്ചൊക്കെ മിസ്റ്റേക്സ് എന്തായാലും വരും. പക്ഷെ അത് ഇഗ്നോർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്തായാലും വോയിസ് നോട്ട് അയക്കാം, മാക്സിമം ശ്രദ്ധിക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിന് നാണക്കേടോ ഒന്നും വിചാരിക്കണ്ട, കളിയാക്കി എന്തെങ്കിലൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഞങ്ങൾക്ക് നാണക്കേടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ വിചാരിക്കണ്ട, പഠിക്കുന്ന കാര്യത്തിൽ ആ ഒരു നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കില്ല, അത് മനസ്സിലാക്കുക. നമുക്ക് നമ്മളെ പുറകോട്ട് വലിയുന്തോറുമാണ് നമ്മൾക്ക് ഒന്നും കിട്ടാത്ത. ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ മുന്നോട്ട് വരാം. കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, വുമൺസിന് ആവശ്യമുള്ളതാണ് ഈ കോൺഫിഡൻസ്. അതില്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊന്നും വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. നമുക്ക് നമ്മുടേതായ ലൈഫ് ഉണ്ട്, നമുക്ക് നമ്മുടേതായ രീതിയിൽ ഹാപ്പിനെസ് ഉണ്ട് അല്ലെ. എല്ലാവരും നമ്മുടെ ഫാമിലി ഹാപ്പി ആക്കാൻ നോക്കും, പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിൽ സന്തോഷം വേണ്ടേ. അത് വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, അതെല്ലാവർക്കും അറിയാലോ. അപ്പൊ അതിന് വേണ്ടത്, അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്. അത് നിങ്ങൾ വിചാരിച്ചാലേ കിട്ടുള്ളൂ. അല്ല ഞാൻ ഇവിടുന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് വരില്ല, നിങ്ങൾ വിചാരിക്കണം. ഇംഗ്ലീഷിനുള്ള ഡേ ടു ഡേ ലൈഫിൽ ഇംഗ്ലീഷിനുള്ള ഇമ്പോർട്ടൻസ് ഇന്ന് പ്രസന്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു മാം. ഇനിയിപ്പോ സമയമില്ല, കാരണം നമുക്ക് കുറച്ച് പേരെ അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. കാരണം ഇംഗ്ലീഷ് മാം പറഞ്ഞതുകൊണ്ട് ഞാനത് ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഞാൻ മറന്നിട്ടില്ല, ഞാനിപ്പോ റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോ ടൈം ഇപ്പോ 12:50 ആയി. സോ സമയം കുറച്ചുള്ളൂ. എന്തോ ആക്ടിവിറ്റിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, എന്താണ് ആക്ടിവിറ്റി? ഏതാണ് ആക്ടിവിറ്റി? കഴിഞ്ഞ ക്ലാസ് ഞാൻ നോക്കിയതാണല്ലോ അല്ലെ, ടെക്സ്റ്റ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തല്ലേ. ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ലൈഫിലിരിക്കും. പറഞ്ഞേ പേജ് നമ്പർ 39-ലെ 4 അങ്ങാണ്ട് പറഞ്ഞിട്ടില്ല തോന്നുന്നു. അതാണ് തോന്നുന്നു സെലീന പറഞ്ഞത്. പേജ് നമ്പർ 38 39-ലെ ലാസ്റ്റ് ഒരു ഇതുണ്ടല്ലോ, ഹൂസും വിച്ചൊക്കെ വെച്ച് നമ്മള് ലാസ്റ്റ് 4 ഉണ്ടായിരുന്നു. അത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല.
അറിഞ്ഞില്ല. ഏതാ പറയാത്തെ? വായിക്കൂ. ഹാവ് യു ഗോട്ട് എനിത്തിങ് ഡാഷ് ബിലോങ്സ് ടു മീ. അത് എന്താണ് ആൻസർ നിങ്ങൾ എന്ത് ചെയ്തത്? വിച്ച് ബിലോങ്സ് ടു മീ ആണ്. അവിടെ എന്താണ് വര? ഹാവ് യു ഗോട്ട് എനിത്തിങ് ദാറ്റ് ആയിരിക്കും. അല്ല, അവിടെ എന്താണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് എന്തിനാണ്? എനിക്ക് അങ്ങനെയല്ല, എന്നല്ലേ. ഹാവ് യു ഗോട്ട് എനിത്തിങ്, എന്റെ എന്തെങ്കിലും സാധനം. You got anything. നിനക്ക് എന്തെങ്കിലും കിട്ടിയോ? നിനക്ക് വല്ലതും കിട്ടിയോ എന്നാണ് ആ മീനിങ് വരാം അല്ലെ. അപ്പൊ അവിടെ എന്തിനാ ഫോക്കസ് ചെയ്യുന്നേ? നിനക്ക് എന്തെങ്കിലും കിട്ടിയോ? എനിക്കുള്ളതാണ്. അതായത് അപ്പോ എന്തെങ്കിലും എന്നാണ്. അപ്പോ അവിടെ എന്താണ്? തിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വസ്തുവായിരിക്കാം അല്ലെ. തിങ്ങാണ്. അപ്പൊ തിങ്കിന് വേണ്ടി നമ്മൾ എന്താണ് ഏത് റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യാം? രണ്ടും യൂസ് ചെയ്യാം. രണ്ടും പറ്റുമല്ലോ. രണ്ടും പറ്റും, കുഴപ്പമൊന്നുമില്ല. ഹാവ് യു ഗോട്ട് എനിത്തിങ് വിച്ച് ബിലോങ്സ് ടു മീ ആൻഡ് ദാറ്റ് ബിലോങ്സ് ടു മീ. നിനക്ക് എന്തെങ്കിലും കിട്ടിയോ? അത് എനിക്കുള്ളതാണ്. ആ ഒരു മീനിങ് ആണ്. മനസ്സിലായോ? കാണാനില്ലല്ലോ മാം അല്ലേ? ഓപ്ഷനിൽ നമുക്ക് ഒരെണ്ണം തരത്തുള്ളൂ. വിച്ചും ദാറ്റും കാണത്തില്ലല്ലോ. ശരി. അപ്പൊ വിച്ച് ഓർ ദാറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തതാണ് he was respected by the people with. പറയൂ മീനിങ് അല്ല, ആൻസർ പറയൂ. ഉമ്മാണോ? നിങ്ങൾ പറയൂ അതിന്റെ മീനിങ്. അതൊക്കെ വെച്ചിട്ട് പറഞ്ഞോക്കി. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞോക്കി. കുറച്ച് ആളുകളെ, അതായത് അവനെ റെസ്പെക്ട് ചെയ്യുന്നു, പിന്നെ ആളുകള് അയാളെ ബഹുമാനിക്കുന്നു, എന്നിട്ട് അയാളുമായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെ, അവനുമായിട്ട് വർക്ക് ചെയ്യുന്ന തോന്നുന്നു. ഹി വാസ് റെസ്പെക്ടഡ് ബൈ ദ പീപ്പിൾ. അതായത് ജോലി ചെയ്യുന്ന ആളുകള് അവനെ റെസ്പെക്ട് ചെയ്തിരുന്നു എന്നാണ് അല്ലെ. അപ്പൊ ആര് പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ഏറ്റവും അവൻ എവിടെ വർക്ക് ചെയ്തിരുന്നു, അവിടുത്തെ ആളുകൾ അവരെ ബഹുമാനിച്ചിരുന്നു എന്നാണെങ്കിൽ കറക്റ്റ് ആയിരുന്നു. അവിടെ വേറെ ഈ വർക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ബെറ്റർ ആണ് ആൻസർ അല്ലേ. He was respected by the people with he worked എന്ന് വരും. Who he worked അല്ലെങ്കിൽ whose he worked എന്നൊക്കെ വരും. രണ്ടും പറ്റുമോ മാം? കൺഫ്യൂഷൻ ഉണ്ട് മാം. ഹൂ അല്ലെങ്കിൽ ഹൂസ് അല്ല പറ്റുള്ളത്. ഹൂ അല്ലെങ്കിൽ ഹൂസോ? അല്ല, ഹൂസ് അല്ല, ഹൂ അല്ലെങ്കിൽ വേർ. ഹൂസ് അല്ല, ഹൂ അല്ലെങ്കിൽ വേർ. ഹി വർക്ക്ഡ് അല്ലെങ്കിൽ ഹി വർക്ക്ഡ്. ഞാൻ ഇതിന്റെ ആൻസർ എക്സസൈസ് പറഞ്ഞില്ല. മനസ്സിലായില്ല, അതുകൊണ്ടാണ് ചോദിച്ചത് എടുത്തേ. എനിക്ക് മനസ്സിലായില്ല അറിയാം. ഞാൻ ഇതിന്റെ ആൻസർ PDF ഞാൻ അയച്ചിട്ടുണ്ടോ എന്ന് സംശയം. വെയിറ്റ്. നിങ്ങൾക്ക് ഈ യൂണിറ്റിന്റെ നോട്ട് ഞാനൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടോ? അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ ചെയ്തിട്ടില്ല. പ്രൊനൗൺ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഓൾറെഡി നമുക്കെല്ലാം മനസ്സിലായി. പിന്നെ അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി. അല്ലാതെ ഞാൻ ഇതിന്റെ ആൻസർ വെച്ചിട്ട് അയച്ചിരുന്നോ? ഇല്ല, അത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ ചെയ്തിട്ടില്ല. എക്സസൈസിന്റെ ചെയ്തിട്ടില്ല.
ഓക്കെ, നിങ്ങൾ കാര്യം ചെയ്യൂ. അടുത്ത പറയുക, അടുത്ത ആൻസർ പറഞ്ഞേ. അപ്പൊ ഞാൻ നോക്കാം. അടുത്ത പറയും. ദിസ് ഇസ് ദ റൂം ഇൻ ഡാഷ് ഷി വാസ് ബോൺ. In which she was born. വിച്ചാണോ? ഇച്ചോ ദാറ്റോ വരട്ടെ. റൂം അല്ലേ? റൂം ആയതുകൊണ്ട് വിച്ചു ദാറ്റും ആവാമല്ലോ മാം. റൂം ഒരു തിങ് അല്ലേ? യെസ് മാം. അവൾ എവിടെയാണോ, ഏത് റൂമിലാണോ ജനിച്ചത്, ആയിരുന്നു ജനിച്ചത്, ആ ഒരു ഇതിന് ഉപയോഗിക്കും. ഞാൻ ഒരു കാര്യം പറയാം, ഞാനൊരു കാര്യം ചെയ്യാം. ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഞാൻ വേണ്ടി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആവുമല്ലോ, അല്ലെ? Okay, ma'am. Okay. അതാണ് നല്ലത്. അല്ലാതെ ഇതിന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും ഡൗട്ട് വരെയുണ്ട്. ഓക്കെ, അപ്പോ പ്രൊണൗണിനെ മാത്രം എക്സസൈസ് മതിയാലോ, അല്ലെ? നോക്കിയിട്ട് കാണുന്നില്ല. പറയൂ, ഏത് എക്സസൈസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാനത് അപ്ലോഡ് ചെയ്യാം. നൗണിന്റെ കംപ്ലീറ്റ് ആയില്ലേ, പ്രൊനൗൺ മതി. പ്രൊണൗൺ ഫുഡ് വേണോ? 1 2 3 വേണോ, അല്ലെങ്കിൽ 3 മാത്രം മതിയോ? 1 2 3 വേണം മാം. 1 2 3 വേണം മാം. 1 2 3 ഇട്ടോ. 1 2 3 ഇട്ടോ. ഓക്കെ ഓക്കെ, 1 2 3 ചെയ്യാം. അപ്പോ ആക്ടിവിറ്റി പ്രസന്റേഷൻ പറഞ്ഞു കട്ട് ക്ലാസ് ചെയ്യാം കേട്ടോ. നാളെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. യൂണിറ്റ് 2 ബേസിലുള്ള മോക്ക് ടെസ്റ്റ് നാളെ ഉണ്ടാവും കേട്ടോ. മാക്സിമം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രസന്റേഷൻ ചെയ്യാം. ഓക്കെ, Okay, ma'am. താങ്ക് യു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. Thank you. Thank you, ma'am. Thank you. Thank you, ma'am.